ഫ്രണ്ട്സ്, IBPSൻ്റെ പുതിയ റിവൈസ്ഡ് കലണ്ടർ വന്നിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു എക്സാം ഡേറ്റിൽ ചേഞ്ച് വരുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഓൾറെഡി നമുക്ക് ചേഞ്ച് വന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സപ്പോസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്തേക്കുക. ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് മോക്ക് ടെസ്റ്റുകളും ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുക. ഓക്കെ, സോ IBPS PO പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത് 17, 23, 24 ഓഗസ്റ്റ് 2025 മെയിൻസ് 12 ഒക്ടോബർ 2025 ഓൾസോ SO ഡേറ്റ് വന്നേക്കുന്നത് പ്രിലിംസ് 13th ഓഗസ്റ്റ് ആൻഡ് മെയിൻസ് 9th നവംബർ ആണ്. ദെൻ CSA 4, 5, 11th of October മെയിൻസ് വന്നേക്കുന്നത് 29th നവംബർ ആണ്. സോ നമ്മൾ ഇത്രയും എന്താ പറയുക, കുറച്ച് കാലങ്ങളായിട്ട് RRB ആണ് ഫസ്റ്റ് എക്സാം നടക്കാറുള്ളത്. സോ നമ്മൾ RRBക്ക് വെയിറ്റിംഗ് ആയിരുന്നു. സോ RRBയുടെ ഡേറ്റ് മാറിയിട്ട് RRB PO വന്നേക്കുന്നത് പ്രിലിംസ് 22nd, 23rd നവംബർ ആൻഡ് മെയിൻസ് 28th ഡിസംബർ ആണ്. അതിനുശേഷം ഓഫീസ് അസിസ്റ്റൻറ്റ് 6th, 7th, 13th, 14th ഡിസംബറിലും 1st February 2026 നമുക്ക് RRBയുടെ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് നടക്കാൻ പോകുന്നത്. സോ ഇതുവരെ RRB മോക്ക് ടെസ്റ്റ് ചെയ്തവരും കമ്പ്യൂട്ടർ അവയർനെസ്സൊക്കെ നന്നായി പഠിച്ചവരൊക്കെ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുക. നമ്മൾ പഠിച്ചതിൽ നമുക്ക് യാതൊരു റിഗ്രറ്റോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല അല്ലേ, കാരണം സെയിം സിലബസ് ആണ്. പക്ഷേ RRB POനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും IBPS POയുടെ എക്സാംസ് ഉണ്ടാവുക. സോ നിങ്ങൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചുകൂടി മെയിൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ നമുക്ക് എന്താ പറയുക, പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പ്രിലിംസ് മാത്രമേ പഠിക്കുകയുള്ളൂ. അതുമാത്രമല്ല ദെൻ റിസൾട്ട്, അതായത് എക്സാം കഴിഞ്ഞ് നമ്മൾ ചിലവർക്ക് കിട്ടുക ഇല്ല എന്ന ഡൗട്ട് വരും. അപ്പോൾ ആ ഒരു ടൈമൊക്കെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ പഠിക്കണം, അതല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു ടൈം എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ ബേസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെയിലി ടു ഡു ലിസ്റ്റിൻ്റെ കൂടെ കുറച്ച് മെയിൻസ് ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് പോവാം. മെയിൻസ് പസിൽസ്, DI, മെയിൻസ് ലെവൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചധികം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് അടുത്തെത്തുമ്പോൾ ഓൺലി പ്രിലിംസ് മാത്രം പഠിക്കാനും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഓക്കെ, നമ്മുടെ ഒറ്റ ഗോൾ എന്ന് പറയുന്നത് IBPS PO അല്ലെങ്കിൽ ഇന്നൊരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പ്രിലിംസ് ക്രാക്ക് ചെയ്യുക, മെയിൻസ് ക്രാക്ക് ചെയ്യുക എന്നല്ല, ടു ഗെറ്റ് എ ജോബ്, ഇതാണ് നമ്മുടെ ഗോൾ. സോ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും all the best.